ഈ വർഷം 2024 പുതിയൊരു അനാക്കോണ്ട ചിത്രം ഇറങ്ങിയിട്ടുള്ളതാണ് അനാക്കോണ്ട 2024. ഇതൊരു ചൈനീസ് ചിത്രമാണ്. സോ ഈ ചിത്രം ഫസ്റ്റ് അനാക്കോണ്ട, അതായത് 1997 ഇറങ്ങിയ ഒരു അനാക്കോണ്ട ചിത്രത്തിൻ്റെ കംപ്ലീറ്റ്ലി റീബൂട്ടഡ് ആയിട്ടുള്ള ഫിലിം തന്നെയാണ്. സോ ആ ഒരു സിനിമ ഈ 2024 പുതിയതായിട്ട് ഇറക്കിയാൽ നമ്മളൊരു ജനറേഷനിൽ എങ്ങനെ ഇറക്കിയാൽ എങ്ങനെ ഇരിക്കും ഒരു രീതിയിൽ ആണ് ഈ പടം ഇറക്കിയിട്ടുള്ളത്. സോ അതിനെയാണ് ഈ പടത്തിൻ്റെ പ്രൈമറായിട്ട് പറയാനുള്ള കാര്യം. കാരണം വെച്ചാൽ പടത്തിൻ്റെ സ്റ്റോറി ലൈനും കാര്യങ്ങളും ഭയങ്കര ക്ലീഷ് തന്നെയാണ്. അതായത് മുമ്പ് നമ്മൾ കണ്ട ആ ഒരു സിനിമേൻ്റെ തന്നെ അതേ സ്റ്റോറി ലൈൻ തന്നെയാണ്. ആ ഒരു സ്റ്റോറി ലൈന് കുറച്ച് മാറ്റം കൊണ്ടുവന്നല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. സോ ഒരു നൊസ്റ്റു അടിക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ സിനിമ കണ്ടത്. സോ എന്തായാലും ഇതിൻ്റെ അകത്ത് പുതുമയായിട്ട് അനാക്കോണ്ടയുടെ ഡിസൈൻ എങ്ങനെയാണ്, ഈ ജനറേഷനിലെ ആ ഒരു സംഭവം പുതുതായിട്ടുള്ള സംഭവങ്ങൾ എന്തെല്ലാമാണ് പ്രതീക്ഷ ഉണ്ടാകുന്ന ഈ സിനിമ കണ്ടത്. സോ നൊസ്റ്റാൾജിയ എന്ന ഫാക്ടർ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ സിനിമ കണ്ടത്. സോ നൊസ്റ്റാൾജിയ ഫാക്ടർ നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. എസ്പെഷ്യലി ആ ഒരു ഫസ്റ്റ് അനാക്കോണ്ട ചിത്രത്തിൻ്റെ ഒരു റീബൂട്ട് തന്നെയാണല്ലോ. അപ്പോൾ ആ ഒരു സ്റ്റോറി ലൈനും കാര്യങ്ങൾ തന്നെയാണ്. ബട്ട് ആ ഒരു അനാക്കോണ്ട ഡിസൈൻ ഉണ്ട്. ഇത് കുറേ അധികം അനാക്കോണ്ടയെല്ലാം ഉണ്ട്. അപ്പോൾ ഈ അനാക്കോണ്ട എന്ന് പറഞ്ഞ സാധനം പണ്ടേ നമ്മൾ 90s കിഡ്സിൻ്റെ ഒരു നൊസ്റ്റാൾജിയ സാധനമാണ്. സോ ആ ഒരു പുതിയൊരു ഡിസൈനുള്ളൊരു പുതിയൊരു പാമ്പ് എന്നെല്ലാം പറയുമ്പോൾ കാണുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ആകാംക്ഷയാണ്. സോ ആ ഒരു കാര്യത്തിൽ ഇവർ 100% വീഴ്ചിട്ടുണ്ടെന്ന് പറയാം. ആ ഒരു നൊസ്റ്റാൾജിയ ഫാക്ടർ നല്ല രീതിയിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. സോ ഈ പടത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ആദ്യം തുടങ്ങിയപ്പോൾ ഒരു സ്പൂഫ് പടമാണോ എന്ന് വിചാരിച്ചു. അത് അനാക്കോണ്ട ഒരു സ്പൂഫ് പടമായിട്ടാണ് എടുത്തത്. കാരണം അങ്ങനത്തെ തുടക്കമാണ് ഞാൻ തുടങ്ങിയത്. ഒരു ഫാസ്റ്റ് പേസ് സിനിമയാണ്. ഒരു പെട്ടെന്ന് കാണിക്കേണ്ട സാധനങ്ങളെല്ലാം കാണിച്ചിട്ട് ഒറ്റ അടിക്ക് തീർത്തൊരു പടമാണ് ഈ സിനിമ. അതിൽ പ്രധാനപ്പെട്ട സാധനങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഫസ്റ്റ് അനാക്കോണ്ട മൂവീൻ്റെ ഒരു മെയിൻ ഇവൻറ്റ്സ് മാത്രമേ അത് കാണിച്ചിട്ടുള്ളൂ. കുറേ കാര്യങ്ങൾ കട്ടാക്കിയിട്ടുണ്ട്. സോ അങ്ങനെ വിചാരിച്ച് കാണാം. അല്ലാണ്ട് കംപ്ലീറ്റ്ലി ഒരു ഭയങ്കര ഫൺഫിൽ ആയിട്ടുള്ള ഒരു റീബൂട്ടല്ല. സോ നൊസ്റ്റാൾജിയ ഇപ്പോൾ നമ്മളെ ഈ ജനറേഷനിൽ ഈ ഒരു അനാക്കോണ്ട ചിത്രം ഇറങ്ങിയാൽ അങ്ങനെ ഇരിക്കും ആ ഒരു കാര്യങ്ങൾ പ്രതീക്ഷിച്ച് മാത്രമേ ഈ സിനിമ ആണോ. ആകെ 1.5 മണിക്കൂറേ ഉള്ളൂ, ഒറ്റയടിക്ക് കണ്ടു തീർക്കാനേ ഉള്ളൂ. ഇതൊരു പ്രത്യേകത വെച്ചാൽ ഇത് ഫസ്റ്റൊക്കെ സ്പൂഫ് പടം പോലെ തോന്നിയെങ്കിലും പിന്നെ അങ്ങോട്ടേക്കെല്ലാം നല്ല രീതിക്ക് ട്രാക്ക് പോയിട്ടുണ്ട്. എസ്പെഷ്യലി ഇതിനകത്ത് കുറേ പുതുമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നില്ല. ഒന്നാമത്തെ അനാക്കോണ്ട മൂവിയിലല്ലോ ഒറ്റ അനാക്കോണ്ട ഉണ്ടായിട്ടുള്ളൂ ആ 1997 ഇറങ്ങിയതിൽ. പക്ഷേ ഇതിൻ്റെ അകത്ത് വെച്ചാൽ 2-3 10 എത്ര അനാക്കോണ്ട ഇതിനകത്തുള്ളത്. അങ്ങനത്തെ കുറേ അനാക്കോണ്ട എല്ലാം കൊണ്ടുവന്ന് ലാസ്റ്റ് തലയിൽ മുറിഞ്ഞിട്ട് അനാക്കോണ്ട ജീവിച്ചിരിക്കുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട്. സോ അതൊക്കെ ഉൾക്കൊള്ളാൻ തയ്യാറാണെങ്കിൽ ഈ സിനിമ ആണോ. സോ പോസിറ്റീവിൽ നോക്കി കഴിഞ്ഞാൽ നല്ലൊരു നൊസ്റ്റാൾജിയ ആണ് സിനിമ. പക്ഷേ ഇതിൻ്റെ അകത്ത് ഫുള്ള് ചൈനീസ് ആക്ടേഴ്സാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമായിട്ടുള്ള ആ ഒരു വില്ലനായിട്ടാണ്. ആ ഒരു ഫസ്റ്റ് അനാക്കോണ്ട 1997 ഇറങ്ങിയ അനാക്കോണ്ടയിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്ത വില്ലൻ എന്ന് പറഞ്ഞ ഒരു വയസ്സായിട്ടുള്ള വില്ലുണ്ട്. സോ അതിൻ്റെ ഒപ്പം തന്നെ കംപ്ലീറ്റ് ചെയ്ത് വെക്കാനുള്ള ഒരു വില്ലൻ തന്നെയാണ് ഇതിനകത്ത് മറ്റുള്ള ഒരു ചൈനീസ് ആക്ടറുണ്ട്. സോ ചങ്ങനെ പൊളിയാണ് ഈ ഒരു ക്യാരക്ടർ. എനിക്ക് ബാക്കിയെല്ലാ ക്യാരക്ടറും പൊളിയല്ല എന്നല്ല, ബട്ട് ബാക്കിയെല്ലാ ക്യാരക്ടറൊന്നും അത്ര വലിയ ക്യാരക്ടറൈസേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടറിൻ്റെ ഒരു മാസ സ്വാഗൊക്കെ നൈസായിട്ട് പിടിച്ചിട്ടുണ്ട്. സോ അറിഞ്ഞിട്ട ചങ്ങയാണ് ഒരു വില്ലനിസം. സോ അത് അടിപൊളിയായിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള കാര്യം പറയാ വെച്ചാൽ ഇതിന് നല്ല രീതിക്ക് ക്വാളിറ്റി ഉണ്ട്. എസ്പെഷ്യലി അനാക്കോണ്ടൻ്റെ ഡിസൈനും കാര്യങ്ങളും ഭയങ്കര രീതിക്ക് പൊളി തന്നെയാണ്. നമ്മൾ ഈ ജനറേഷൻ അനാക്കോണ്ട എന്ന് പറയുമ്പോൾ നല്ല രീതിക്ക് ഡിസൈനും അനാക്കോണ്ട ഡിസൈനും കാര്യങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. സോ കാണിക്കേണ്ട കാര്യങ്ങൾ മാത്രം നല്ല രീതിക്ക് കാണിച്ച് ഒരു നൊസ്റ്റാൾജിയ ഫാക്ടർ മാത്രമുള്ള ഒരു സിനിമയാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ക്ലീഷ് തന്നെയാണ്. ഒരു വട്ടെങ്കിലും നിങ്ങൾക്ക് ഒരു നൊസ്റ്റാൾജിയ, അതായത് പണ്ടത്തെ ഒരു അനാക്കോണ്ട ഇപ്പോഴത്തെ ജനറേഷൻ എങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രതീക്ഷ കണ്ടുനോക്കുക. ക്വാളിറ്റി വൈസ് എല്ലാം ഗംഭീരമാണ്. പടം കാണിക്കേണ്ട സാധനങ്ങൾ മാത്രം കാണിച്ചു പോകുള്ളൂ. പിന്നെയുള്ള കാര്യം എന്താ വെച്ചാൽ ഈ 1-2 അനാക്കോണ്ട സിനിമയാണ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ്. പണ്ടത്തെ ഇറങ്ങിയാൽ ആ 1-2 അനാക്കോണ്ട സിനിമയൊക്കെ ഗംഭീരായിരുന്നു. ബട്ട് അതിന് ശേഷം ഇറങ്ങിയ മൂന്നാമത്തെ എന്തോ ട്രയൽ ഓഫ് ബ്ലഡ് ഫോർ ഒറിജിനാ ബ്ലഡ് ഫോർ ഒറിജിൻ രണ്ടാമത്തേന്ന് തോന്നുന്നു. ട്രയൽ ഫോർ ബ്ലഡ് മൂന്നാമത്തെ 4ാമത്തെ എന്തായാലും 5-6 ചപ്പു ചവറെല്ലാം ഇറക്കിയിട്ട് അതിനെക്കാട്ട് എത്രയോ മടങ്ങ് ഭേദമാണ് ഈ ഒരു ഇപ്പോൾ ഇറങ്ങിയ സാധനം. സോ അതിൽ നല്ല ഇരിക്കുന്ന സന്തോഷമുണ്ട്. ബട്ട് മറ്റേ 1-2 വെച്ച് കമ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നത്തെ ആ ഒരു ക്ലാസിക് മൂവി അത് കിട്ടുന്നത് തന്നെയാണ്. അതിപ്പോഴും അവിടെ തന്നെയാണ്. അത് ഒരിക്കലും കമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത്തെ റീബൂട്ട് എന്ന് പറഞ്ഞിട്ട് ഇറക്കിയിട്ടും ഇവർക്ക് അത് അത്രയും കമ്പ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. അതിനെ തോപ്പിക്കാൻ വരെ ഒരു കഴിയില്ല ഇപ്പോഴത്തെ ഇറക്കിയാൽ ജനറേഷനിൽ. കാരണം വെച്ചാൽ ആ ഒരു പടത്തിൻ്റെ കംപ്ലീറ്റ് റീബൂട്ട് ആണെങ്കിൽ ഭയങ്കര ഫാസ്റ്റ് പേസ് ആണ്. ഒരു തരി വരെ എവിടെ നിൽക്കുന്നില്ല, ഒറ്റ പോക്കാണ്. കാണിക്കേണ്ട സാധനങ്ങൾ കാണിച്ചുകൊണ്ട് മാത്രം പോകുന്നത്. അതായത് ഒരു റീൽസ് ഷോട്ട് എടുക്കുന്ന പോലെയാണ് എടുത്തു പോകുന്നത്. സോ അങ്ങനെ മനസ്സിച്ച് കാണുക. സോ അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടിയത്. നൊസ്റ്റാൾജിയ ഫാക്ടർ നല്ല തന്നെ കിട്ടി. സോ നല്ലൊരു ക്വാളിറ്റി ഇപ്പോഴത്തെ ജനറേഷനിൽ ആരും അനാക്കോണ്ട ഇപ്പോഴത്തെ ജനറേഷനിൽ ആ ഒരു മൂവി എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ആ ഒരു ഫാക്ടർ നല്ല തന്നെ മനസ്സിലാക്കാൻ കഴിയും. സോ അത് പ്രതീക്ഷിച്ച് മാത്രം ഈ സിനിമ കാണാം. വേറെ പറയാനുള്ള 1.5 മണിക്കൂറല്ല. പിന്നെ പടം ചൈനീസാണ് ഓൾറെഡി പറയുന്നു. സോ കണ്ടിട്ടെന്ന് ഒരു വട്ടെങ്കിലും കണ്ടുനോക്കുമെന്ന് പറയാനുള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.